ഹായ് ഓൾ. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് നടുവെട്ടൽ എന്ന് പറയുന്നത്. ഈ നടുവെട്ടൽ എന്ന് പറഞ്ഞ പദം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊന്ന് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ കട്ടിൽ നിന്നൊന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോഴോ, ഇരുന്നിട്ട് എണീക്കാൻ ശ്രമിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു താഴെ വീണ വസ്തു ഒന്ന് കുനിഞ്ഞെടുക്കാൻ പോകുമ്പോഴോ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ നടുവിൻ്റെ താഴ്ഭാഗത്ത് അതിശക്തമായ വേദന അനുഭവപ്പെടുകയും തുടർന്ന് പേശികളുടെ സങ്കോചം മൂലം നമ്മുടെ ചലനം തടസ്സപ്പെടുകയാണ്. മുന്നോട്ടോ പിന്നോട്ടോ വളയാനോ നിവർന്നു നിൽക്കാനോ നടക്കാനോ നമുക്ക് കഴിയാതെ വരിക. നമ്മളൊരു ലോക്കായി പോലെ, ഒരു സ്റ്റിഫായി പോലെ ഒരു അവസ്ഥ വരിക. ഈ ഒരവസ്ഥയാണ് നമ്മൾ ഈ നടുവെട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നടുവെട്ടൽ, നടുവ് കുടുങ്ങിപ്പോവുക എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിൻ്റെ പേര് അക്യൂട്ട് ലോക്ക്ഡ് സിൻഡ്രം അല്ലെങ്കിൽ മെനിസ്കോയിഡ് എൻട്രാപ്മെൻ്റ് എന്നാണ്. ഇതെന്താണ് എന്നും ഇതിൻ്റെ ശരിയായ ചികിത്സാ രീതി എന്താണ്, ഈ അവസ്ഥ ആവർത്തിച്ച് വരാതിരിക്കാൻ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം ഈ വേദന കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ എന്തൊക്കെ എക്സർസൈസുകൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ കാരണം ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ നട്ടെല്ലിൻ്റെ ഡിസ്കിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും കൂടുതലായിട്ട് പറയാത്തൊരു ഭാഗമാണ് ഫെസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞ ഭാഗം. ഓരോ കശേരുവിൻ്റെ താഴെ നമുക്കിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ആർട്ടിക്കുലർ പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഇൻഫീരിയർ ആർട്ടിക്കുലർ പ്രോസസ്സ്. അതിന് തൊട്ട് താഴെയുള്ള കശേരുവിൻ്റെ മുകളിലൊരു ആർട്ടിക്കുലർ പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ പേര് സുപ്പീരിയർ ആർട്ടിക്കുലർ പ്രോസസ്സ്. ഇവ തമ്മിൽ ചേർന്ന് ഉണ്ടാകുന്ന ഒരു ജോയിൻ്റാണ് ഈ ഫെസറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു സൈനോവിയൽ ജോയിൻ്റ് ആണ്. ഈ ജോയിൻറ്റിൻ്റെ അഗ്രഭാഗത്തായിട്ട് മൂവ്മെൻറ്റ് ഈസി ആക്കാനായിട്ട് കാർട്ടിലേജുമുണ്ട്. ഇനി ഈ ഫസറ്റ് ജോയിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ഈ ഡിസ്കുകൾക്കൊപ്പം ചേർന്ന് ഈ ഫസറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് നട്ടലിന് വേണ്ട ഒരു സ്റ്റെബിലിറ്റി നൽകുകയും അതേസമയം നമ്മുടെ ചലനത്തെ അല്ലെ മൂവ്മെൻറ്റിനെ ഈസി ആക്കുകയും ചെയ്യുന്നു. നടു മുന്നോട്ട് വളയുക, അതായത് ഫ്ലെക്ഷൻ, പിന്നോട്ട് വളയുക, എക്സ്റ്റൻഷൻ, വശങ്ങളിലേക്ക് വളയുക, സൈഡ് ബെൻഡിങ്, തിരിയുക, റൊട്ടേഷൻ എന്നീ മൂവ്മെൻറ്റിനെയൊക്കെ ഈസി ആക്കുന്നത് ഈ ജോയിൻറ്റുകളാണ്. അതോടൊപ്പം തന്നെ അമിതമായ ചലനത്തെ തടയുകയും നട്ടലിൽ വരുന്ന ഭാരത്തെ താങ്ങാനായിട്ട് ഡിസ്കുകളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫസറ്റ് ജോയിൻ്റ് ഈ നടുവെട്ടലുമായിട്ട് എന്താണ് ബന്ധം? നട്ടെല്ലിൻ്റെ ഈ ഫസറ്റ് സന്ധികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന തകരാറ്, വീക്കം അല്ലെങ്കിൽ സന്ധികൾക്കുള്ളിലെ മൃദുലമായ കോശഭാഗമുണ്ട്, മെനിസ്കോയിഡ് എന്നാണ് പറയുന്നത്, അത് കുടുങ്ങുക, എൻട്രാപ്മെൻ്റ് എന്ന് പറയും. ഇത് കാരണം ഒരു പ്രത്യേക ചലനം പൂർണ്ണമായും തടസ്സപ്പെടുന്നതാണ് ഈ സിൻഡ്രം. അക്യൂട്ട് ലോക്ക്ഡ് സിൻഡ്രം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലക്ഷണം പെട്ടെന്ന് തുടങ്ങുന്നു, ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തോ ഒരു പ്രത്യേക ദിശയിൽ ചലിക്കാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ നടുവെട്ടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഫസറ്റ് ജോയിൻറ്റിന് ഉണ്ടാകുന്ന ഇംപിഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ലോക്കിങ്. അപ്പോൾ ഫസറ്റ് ജോയിൻ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ കശേരുകൾക്കിടയിലായിട്ടുള്ള, അതായത് നമ്മുടെ വെർട്ടിബ്രയ്ക്കിടയിലായിട്ടുള്ള ചലനം സാധ്യമാക്കുന്ന ചെറിയ സന്ധികളാണ് ഈ ഫസറ്റ് ജോയിൻറ്റുകൾ. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ, അതായത് ഡിസ്ക് തേയ്മാനം. പ്രായം കൂടുമ്പോൾ നട്ടലിലെ ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു, കനം കുറയുന്നു. ഇത് ഫെസറ്റ് ജോയിൻറ്റുകളുടെ ഘടനയിൽ മാറ്റം വരുത്തുകയും അവ എളുപ്പത്തിൽ കുടുങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ പേശികളുടെ ബലക്കുറവാണ്, അതായത് മസിൽ വീക്ക്നെസ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ. നട്ടലിൻ്റെ ഓരോ ഭാഗത്തെ ഉറപ്പിച്ചിർത്തുന്ന ചെറിയ പേശികളുണ്ട്, സെഗ്മെൻ്റൽ മസിൽസ്, അതിന് ബലക്കുറവ് അല്ലെങ്കിൽ അവ വേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ ആ ഭാഗം പെട്ടെന്നുള്ള ചലനങ്ങളിൽ ദുർബലമാവുകയും ലോക്കാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ നടുവെട്ടൽ ഉണ്ടാകുന്നത്. ഇതിനെ ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വളരെ ലളിതമായ ചലനങ്ങളാകാം. അതായത് നിലത്ത് വീണ ഒരു വസ്തു എടുക്കാൻ കുനിയുക, കയ്യിലുള്ള ഭാരം തിരിഞ്ഞുകൊണ്ട് താഴെ വെക്കാൻ ശ്രമിക്കുക, പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ശരീരം ടേൺ ചെയ്യുക, ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇത് ട്രിഗർ ചെയ്യപ്പെടാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അതിതീവ്രമായ നടുവേദനയാണ്. അതായത് ഒരു വെട്ട് കിട്ടിയതുപോലെ തുടങ്ങുന്ന സഹിക്കാൻ കഴിയാത്ത കഠിനമായ വേദന നമുക്ക് ഉണ്ടാകാം. രണ്ടാമത്തെ ഒരു ലക്ഷണം നടുവിന് ലോക്ക് വീഴുകയാണ്. വേദന കാരണം മുന്നോട്ടോ പിന്നോട്ടോ വശങ്ങളിലേക്ക് ചലിക്കാൻ കഴിയാതെ വന്ന് നമ്മൾ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ. മൂന്നാമത്തെ പോയിൻ്റ് നമ്മുടെ ചലനം നിശ്ചലമാണ്. അതായത് കിടന്നാൽ എഴുന്നേൽക്കാനോ ഇരുന്നാൽ നിവർന്നു നിൽക്കാനോ ഒട്ടും കഴിയാതെ വരിക, ചലനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അടുത്തത് പേശി വലിവ് അല്ലെങ്കിൽ മസിൽ സ്പാസം. വേദനയുള്ള ഭാഗത്തിന് ചുറ്റുമുള്ള പേശികൾ വലിഞ്ഞു മുറുകി ടൈറ്റ് ആവുകയാണ്. ഇത് വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു വശത്തേക്കുള്ള ഒരു ചെരിവ്. ഈ വേദന വരുമ്പോഴത്തേക്ക് വേദന കുറയ്ക്കാനായിട്ട് ശരീരം അറിയാതെ ഒരു പ്രത്യേക വശത്തേക്ക് ചരിയുകയോ വളയുകയോ ചെയ്യില്ലേ, അങ്ങനെ സംഭവിക്കാം. ഇതുകൂടാതെ ഒരു പ്രത്യേക പോയിന്റിൽ, അതായത് നടുവിൻ്റെ ഭാഗത്ത് ഈ ഫസറ്റ് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് തൊടുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടുക.
സാധാരണയായിട്ടൊരു സംശയം ഉണ്ടാകാം. അപ്പോൾ ഡിസ്കിന് പ്രശ്നമുള്ളവർ, ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ഹെർണിയേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇതുപോലെ തന്നെ പിന്നെ നടുവെട്ടൽ പോലുള്ള വേദനകൾ, അതിതീവ്രമായ വേദന ഉണ്ടാകും. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതായത് ഫെസറ്റ് ജോയിൻറ്റിൻ്റെ പ്രശ്നം മൂലമാണെങ്കിൽ നട്ടലിൻ്റെ പിന്നിലുള്ള ചെറിയ ഈ ജോയിൻ്റാണ് ഈ ഫെസറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. മറ്റേത്, അതായത് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് കശേരുകൾക്കിടയിലുള്ള കുഷ്യം പോലെയുള്ള ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക്കാണ്. അത് ഞരമ്പിനെ അമർത്താനായിട്ട് സാധ്യതയുണ്ട്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെസറ്റ് ജോയിൻ്റെ പ്രശ്നമാണെങ്കിൽ നടുവിൻ്റെ ഒരു വശത്ത് മാത്രമായി കേന്ദ്രീകരിക്കുന്നു. വേദന കാൽമുട്ടിൻ്റെ താഴേക്ക് സാധാരണഗതിയിൽ വ്യാപിക്കാറില്ല. അതേസമയം ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ നടുവേദന കൂടാതെ നമ്മുടെ ഞരമ്പിനെ അമർത്തുമ്പോൾ കാലിൻ്റെ താഴേക്ക്, അതായത് പാദം വരെ ശക്തമായ വേദന അല്ലെങ്കിൽ സയാറ്റിക്ക പെയിൻ ഉണ്ടാകുന്നു. പിന്നെ വേറെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ഫെസറ്റ് ജോയിൻ്റെ പ്രശ്നമാണെങ്കിൽ പുറകോട്ട് നമ്മൾ വളയ്ക്കുക, അതായത് എക്സ്റ്റൻഷൻ, പിന്നെ തിരിയുക, നമ്മുടെ ബോഡി ട്വിസ്റ്റ് ചെയ്യുക. ആ സമയത്തൊക്കെ വേദന കൂടുതലായിരിക്കും. എന്നാൽ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് മിക്കവാറും മുന്നോട്ട് വളയ്ക്കുമ്പോൾ, അതായത് ഫ്ലെക്ഷൻ, ഫോർവേഡ് മൂവ്മെൻറ്റ്, അധിക നേരം ഇരിക്കുമ്പോൾ, ഭാരം എടുക്കുമ്പോൾ, ചിലപ്പോൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേദന ഉണ്ടാകാറുണ്ട്. വേദന കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഫെസറ്റ് ജോയിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വളയുക, അതായത് ഫ്ലെക്ഷൻ മൂവ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ആശ്വാസം കിട്ടും. എന്നാൽ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളിൽ പൊതുവെ പുറകിലോട്ട് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴത്തേക്കുമാണ് ആശ്വാസം കിട്ടുന്നത്. പിന്നെ ഫെസറ്റ് ജോയിൻ്റെ പ്രശ്നത്തിൽ സാധാരണയായിട്ട് നമ്മുടെ കാലിലോട്ട് അങ്ങനെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാകാറില്ല. തരിപ്പ്, മരവിപ്പ് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ അധികം കാണാറില്ല. എന്നാൽ ഈ ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ ഞരമ്പിന് സമ്മർദ്ദം ഏൽക്കുന്നതനുസരിച്ച് കാലിലോട്ട് തരിപ്പ്, മരവിപ്പ്, ബലക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി ഇതിനെ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണം. നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുവെട്ടൽ വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് വീട്ടിൽ എന്ത് ചെയ്യാം, എങ്ങനെ അത് മാനേജ് ചെയ്യാം, ഇനി വരാതിരിക്കാൻ എങ്ങനെ അതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊന്ന് നമ്മുടെ വേദന കുറയ്ക്കാം, അതും നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വിശ്രമം ആവശ്യമാണ്. വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നാൽ പൂർണ്ണമായ ഒരു ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. പണ്ടൊക്കെ പൂർണ്ണമായൊരു ബെഡ് റെസ്റ്റ് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എവിഡൻസ് ഒക്കെ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ള ബെഡ് റെസ്റ്റ് ഒഴിവാക്കി ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, നടക്കാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അത് നമ്മളുടെ ആ ഒരു വേദന സഹിക്കാനുള്ള ഒരു കഴിവിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് മെച്ചപ്പെടുത്തും. അതായത് വേദനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് കഠിനമല്ലാത്ത ചില വ്യായാമങ്ങൾ, നടത്തം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി വേദന വന്നു, അപ്പം ചൂടാണോ തണുപ്പാണോ വെക്കേണ്ടതെന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്. എപ്പോഴും ഒരു ഫസ്റ്റ് 48 hours ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ വീക്കമോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഐസ് വെക്കുന്നതാണ് നല്ലത്. അത് വീക്കത്തെ കുറയ്ക്കാൻ സഹായിക്കും. അതിനുശേഷം നമ്മുടെ പേശികൾക്ക് അയവ് വരുത്താനായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ഹോട്ട് പാക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇനി വേദന കുറയുന്നതിന് വേണ്ടി നമുക്ക് ഈ പൊസിഷനിൽ കിടക്കാവുന്നതാണ്. ഇത്രയും ഹൈറ്റിൽ നമ്മുടെ കാലെന്ന് പറയുന്ന ഒരു 90 ഡിഗ്രി ഇങ്ങനെ പൊസിഷൻ ചെയ്ത് വെച്ച് കിടക്കാം. ചിലർക്ക് അത് കംഫർട്ടബിൾ ആകാം, ഒരു ചെയറിൻ്റെ ഒരു ലെവലിൽ വെക്കുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പില്ലോസ് അടുക്കി വെച്ചിട്ട് അങ്ങനെ കിടക്കാം. ഇനി അങ്ങനെ 4 പില്ലോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ 2 പില്ലോ വെച്ചിട്ട് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ കിടക്കുന്നത് നമുക്ക് ആ ഭാഗത്തുള്ള പെയിൻ കുറയ്ക്കുന്നതിനും നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതിനും സഹായിക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഹോട്ട് പാക്ക് വെക്കുന്നത് നല്ലതാണ്. അത് നമ്മളങ്ങനെ പൊസിഷൻ ചെയ്ത് വെച്ചു, ഹോട്ട് പാക്ക് വെച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിലിനൊരു നല്ല അയവ് വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ലോക്ക് മാറ്റാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇപ്പോൾ നീ ടു ചെസ്റ്റ് എക്സർസൈസ് എന്ന് പറഞ്ഞ ഒരു എക്സർസൈസ് ഉണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല എക്സർസൈസ്. പക്ഷേ നമ്മളുടെ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾക്കൊന്ന് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുട്ട് ഇങ്ങനെ പിടിച്ച് പതുക്കെ നമ്മളൊന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ അങ്ങോട്ടൊന്ന് ആക്കി നോക്കണം. നമുക്ക് നല്ലൊരു സ്റ്റിഫ്നെസ് ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഈ കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് അതൊക്കെ ചെസ്റ്റിൻ്റെ അങ്ങോട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഓസിലേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ മൂവ്മെൻറ്റ് കിട്ടും. തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരിക. ഒന്നും കൂടി ഒന്ന് ഓസിലേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ മസിൽ ഇങ്ങനെ അയഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് ചൂടൊക്കെ വെച്ചതുകൊണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ ഓസിലേറ്റ് ചെയ്തൊരു 10 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയ അയവ് കിട്ടും. അങ്ങനെ അതൊരു 10 പ്രാവശ്യം ചെയ്ത് ആ കാലം നമ്മൾ തിരിച്ച് നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ മറ്റേ കാലെടുത്ത് അതുപോലെ തന്നെ ഒന്ന് 10 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുക. ചെറിയൊരു മൂവ്മെൻറ്റാണ് കിട്ടുന്നത്, പക്ഷേ അത് നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കും. അവിടെ ഒരു അയവ് കിട്ടും. എന്നിട്ട് കാല് നിവർത്തി വെക്കുക. അങ്ങനെ നമുക്കൊരു 3
3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതായത് 10ൻ്റെ റെപ്പറ്റീഷൻ വെച്ച് 3 പ്രാവശ്യം ചെയ്യുക. ഇത് പല പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഒരു നല്ല അയവ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ചൂട് വെക്കുക. ഇത് നല്ലൊരു ആശ്വാസം തരുന്നതാണ്. അതിനുശേഷം നമ്മുടെ വേദനയെല്ലാം മാറിയതിന് ശേഷം നമുക്ക് എക്സർസൈസ് ചെയ്യാവുന്നതാണ്. ആ എക്സർസൈസിൻ്റെ പിക്ചേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ നമുക്ക് മറ്റ് ബാക്ക് പെയിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൻ്റെ എക്സർസൈസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് കോർ മസിൽ സ്ട്രെങ്തനിങ്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് ഇങ്ങനെ വരുന്ന നടുവെട്ടലിന് വളരെ ഇഫക്റ്റീവാണ്. പ്രത്യേകിച്ച് മാനുവൽ തെറാപ്പി, അതിനകത്ത് മൊബിലൈസേഷൻ, എടുത്തു പറയേണ്ടത് മുള്ളിഗൺ ടെക്നിക്ക്, അത് വളരെ ഇഫക്റ്റീവാണ്. അതുകൂടാതെ നമുക്ക് ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസ് ഉപയോഗിച്ച് നമ്മുടെ വേദനയും നീർക്കെട്ടും ഒക്കെ പരിഹരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്ട്രെങ്തനിങ് പ്രോഗ്രാം, സ്ട്രെച്ചിങ് പ്രോഗ്രാം ഒക്കെ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ പഠിപ്പിച്ചു തരും. നമ്മുടെ പോസ്ചറിന് എന്തെങ്കിലും പ്രശ്നം മൂലമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ പോസ്ചർ കറക്ഷൻ നമുക്ക് അവർ പഠിപ്പിച്ചു തരുന്നതാണ്. നമ്മുടെ പോസ്ചറിനെ അസസ് ചെയ്യുകയും എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും. നടുവെട്ടലാണെങ്കിലും നടുവേദനയാണെങ്കിലും അധികം വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പ്രത്യേകിച്ച് കാലിലേക്ക് മരവിപ്പ് അനുഭവപ്പെടുക, കാലിന് ബലഹീനത അനുഭവപ്പെടുക, നമ്മുടെ ബ്ലാഡർ ബവലിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.